സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിലൂടെ നിന്റെ തിരുഹിതം നിറവേറ്റപ്പെടുന്നതെല്ലാം ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്റെ ദാനമാകുന്നു. കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന കാലയളവിൽ നിനക്ക് പ്രസാദകരമാകുന്ന രീതിയിൽ ജീവിക്കുന്നതിന് ഞങ്ങൾ ഇടയാക്കണമേ. കർത്താവെ, അതിനെ സഹായിക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ദൈവമേ, നിന്റെ ഹിതപ്രകാരം നിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രീതി ആന്റിയെ തിരുസന്നിധിമേൽപ്പിച്ച് ജീവിതത്തെ ഓർക്കുന്നു. നിന്റെ മകളുടെ ജീവിതത്തിലൂടെയും ഞങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ ശുശ്രൂഷകൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകളായിരുന്ന കാലത്തോളം നിനക്ക് ഉതകത്തക്ക രീതിയിൽ ജീവിപ്പാൻ നിന്റെ മകളെ നീ സഹായിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മകളുടെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഓർക്കുന്നു. ഞങ്ങളെല്ലാവരും ആ ദുഃഖത്തിലായിരിക്കുമ്പോൾ തമ്പുരാനെ, നിന്റെ ദിവ്യ സമാധാനം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ഷാരനെ തിരുസന്നിധിയിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഈ മീറ്റിംഗ് കൂടുമ്പോൾ ഇതിന് അനുഗ്രഹം ഉണ്ടായിരിക്കുമാറാകണമേ. അനുഗ്രഹപ്രദമായി ഇത് നടത്തപ്പെടുവാൻ നീ ഇടയാക്കണമേ. അനുഗ്രഹത്തിനും നന്മകൾക്കും ആശ്വാസത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, അതായത് നീ കേൾക്കുമാറാകണമേ. ആമേൻ. കീർത്തനങ്ങൾ 397 കീർത്തനം ആലപിച്ച് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 397. ഓട്ടം തികച്ചു പാരം നേടും സുരാജൻ സന്നേരോ പാരം നേടും ഞാൻ സുരാജൻ സന്നേരോ ദൂരസംഗമാകവേ എന്നെ സന്നദ്ധരുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കണ്ണാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാണഞ്ഞിടുമേ. ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരാലിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവിതം വെറുത്ത വീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുവേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുവേ. ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരാലിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. അവൻ കേൾക്കാൻ
സേവ ചെയ്തതാം അതിനെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി ദൂതസംഗമാകവേ എന്നെ എതിരേൽപ്പാൻ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ വികളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേം നഗരവാതിൽ സദാകാലം ഞാൻ മണവാട്ടിയ പരനോട് കൂടെ വാഴുവേ സദാകാലം ഞാൻ മണവാട്ടിയ പരനോട് കൂടെ വാഴുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽപ്പാൻ സന്നദ്ധനിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ക്രിസ്തീയ കീർത്തനം 235 കീർത്തനം 235 ലോകമം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടും കൊണ്ടോവിടെത്തി വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ നിന്നാത്മാവിനായി യാത്ര ചെയ്യും ഞാൻ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പൂർവപിതാക്കളമപ്പോസ്തലർ ദൂരവിദർശിച്ച് ഭാഗ്യദേശം ആകെയത്തേതാമെന്നിലാഭം അന്യരം നിന്നീലോകമാതിൽ യാത്ര ചെയ്യും ഞാൻ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും നിരക്കത്തിനൊപ്പം ഞാൻ തിന്നാലും നഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ച
വന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവനെന്നേശുവിനർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ കാടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം നോക്കിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ബൈബിൾ റീഡിംഗ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ. മിസ്റ്റർ തോമസ് ജോർജ് വായി. കേൾക്കാൻ വെച്ചോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 14, 1 മുതൽ 20 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. ഇതാകുന്നു ദൈവവചനം. 90-ാം സങ്കീർത്തനം, Psalms 90. അമൽ സജി. Psalms 90. O Lord, you have always been a home before you created the hills or brought the world into being. You were eternally God and will be God forever.
You tell us to return to what we were. You change us back to dust. 1,000 years to you are like one day. They are like yesterday already gone, like a short hour in the night. You carry us away like a flood. We last no longer than a dream. We are like weeds that sprout in the morning, that grow and burst into bloom, then dry up and die in the evening. We are destroyed by your anger. We are terrified by your fury. You place our sins before you, our secret sins where you can see them. Our life is cut short by your anger. It fades away like a whisper. 70 years is all we have, 80 years if we are strong. Yet all they bring us is trouble and sorrow. Life is soon over and we are gone. Who has felt the full power of your anger? Who knows what fear your fury can bring? Teach us how short our life is so that we may become wise. How much longer will your anger last? Have pity, O Lord, on your servants. Fill us each morning with your constant love, so that we may sing and be glad all our life. Give us now as much happiness as the sadness you gave us during all our years of misery. Let us, your servants, see your mighty deeds. Let our descendants see your glorious might. Lord our God, may your blessings be with us. Give us success in all we do. Amen. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു പറയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യമുതലേക്കും തന്നെ ആമേൻ. പ്രാർത്ഥന. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയമായി ഞങ്ങളെ കാത്ത് പരിപാലിച്ച് വഴിനടത്തുന്നവനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിൽ കൂടി വരുവാനായിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതായ സാവകാശമായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും ക്ലേശങ്ങളും ആകുലതകളും വേർപാടുകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ നടുവിൽ ഞങ്ങളെ പുലർത്തുന്ന, ഞങ്ങളെ സഹായിക്കുന്ന, ശക്തീകരിക്കുന്ന ദൈവം അവിടുന്ന് മാത്രമാകയാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവിനോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതം അനുദിന പ്രവർത്തനങ്ങളും മുൻപോട്ട് നയിപ്പാൻ ദൈവകൃപ അനുഭവിക്കുന്നവരായി, ദൈവിക സമാധാനം അനുഭവിക്കുന്നവരായി, ആശ്വാസം കർത്താവിൽ കണ്ടെത്തുന്നവരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്ന് ഞങ്ങളുടെ കലിച്ചതായ കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ചേർന്ന് വരുവാൻ, പരസ്പരം ആശ്വസിപ്പിക്കുവാൻ, ആശ്വാസം കണ്ടെത്തുവാൻ, ദൈവികമായ സമാധാനം അനുഭവിക്കുന്നവരായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രീതിയുടെ ജീവിതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് നൽകിയതായ ആയുസ്സ് ലോകത്തിൽ പൂർത്തീകരിപ്പാൻ അവിടുത്തെ ഹിതപ്രകാരം അവിടുത്തെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ ദൈവമായ കർത്താവെ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതായ സമയം വരെ ഈ ഭൂമിയിലെ ജീവിപ്പാനും പ്രവർത്തിപ്പാനുള്ളതായ മുഖാന്തരങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നു. ജീവിതത്തിന്റെ ക്ലേശങ്ങളുടെ കർത്താവ് കൂടെ ഇരുന്ന് വഴി നടത്തി ദൈവമായ കർത്താവെ നിത്യതയിൽ കാണാവുന്ന പ്രത്യാശയോടെ ഞങ്ങളുടെ വിശ്വാസ ജീവിതം നയിപ്പാനായിട്ട് ഞങ്ങളെ എല്ലാവരെയും ഇവിടെ ഇടയാക്കണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഷാറാനെ പ്രത്യേകമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രിയ പൈതലിന് അവിടുത്തെ കൃപയും ബലവും ദൈവികമായ ശക്തിയും ദാനം ചെയ്യണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ കൃപയിലായിരിക്കാൻ, നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ആശ്വാസം അനുഭവിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് എടുക്കുവാനും കൊടുക്കുവാനും കഴിയാത്തതായ നിത്യമായ സമാധാനത്തെ പ്രിയ മകൾക്ക് നൽകണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ കൃപ കൊണ്ട് പൊതിഞ്ഞോളമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ആന്റിയോർത്ത് പ്രാർത്ഥിക്കുന്ന ഹോസ്പിറ്റലായിരിക്കുന്നവർ അവിടുന്ന് കൂടെ ഇരിക്കണമേ. പൂർണ്ണമായ സൗഖ്യത്തെ അവർക്ക് ദാനം ചെയ്യണമേ. സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് മുടങ്ങുവാൻ, ദൈവികമായ കൃപകൾ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. പ്രബോധനെ മിനിയും കർമ്മ പ്രാർത്ഥിക്കുന്നു. പ്രബോധന കൂടെ സൗഖ്യത്തിനായിട്ട് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, തുടർന്ന് ദൈവത്തോട് ചേർന്ന് തങ്ങളുടെ ജീവിതം ധന്യകരമാക്കുവാൻ തക്കുന്ന ഇരുവരെ ഇടയാക്കണമേ. പ്രിയ ഡേവിഡിനോട് പ്രാർത്ഥിക്കുന്നവരെ ശക്തീകരിക്കണമേ. നിന്റെ കൃപ കുഞ്ഞുങ്ങൾക്ക് ദാനം ചെയ്യണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, COVID-19 വൈറസ് ബാധയാൽ ക്ലേശം അനുഭവിക്കുന്നതായ ഞങ്ങൾ എല്ലാ ഇടഭാഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തിയും ബലവും സൗഖ്യം നൽകണമേ.
സൗഖ്യം ലഭിച്ചതായ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. എന്റെ കൃപ അവരുടെ മേൽ തുടർന്നും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മറ്റു രോഗങ്ങളാലും ക്ലേശങ്ങളാലും കർത്താവെ ഹോസ്പിറ്റലിലും ഭവനങ്ങളിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗ്രേസിയാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സർജറി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്നല്ലോ. ദൈവമേ, നിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. നിന്റെ സാന്ത്വനം, നിന്റെ സഹായം, സൗഖ്യമൊക്കെ ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വർഗീസാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവരോടൊക്കെ കൂടെ ഇരുന്ന് നിന്റെ സൗഖ്യം ബലവും അവർക്ക് ആശ്വാസവും സമാധാനവും സൗഖ്യവും ഒക്കെ തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രായാധിക ക്ഷീണാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സീനിയർ സിറ്റിസൺ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ദിവസങ്ങളിൽ ശാരീരികമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ അനുഭവിക്കുന്നവരോട് കൂടെ ഉണ്ടായിരുന്നു. സ്വർഗീയമായ സമാധാനവും സ്വർഗീയമായ കൃപകളും സൗഖ്യദായകമായ ജീവിതാനുഭവം നൽകി ഓരോരുത്തരെ അവിടുത്തെ കൃപകളിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഓർക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങൾ അധിവസിക്കുന്നതായ ഞങ്ങളുടെ ഈ രാജ്യത്തെയും ഞങ്ങളുടെ മഹാരാഷ്ട്ര സംസ്ഥാനത്തെയും കല്യാൺ ബോംബെയിലെ താനെ മുംബൈ പ്രദേശങ്ങളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. COVID-19 അതിന്റെ ഏറ്റവും പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ എല്ലാവരും കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അഭികരിച്ചിട്ടുള്ളതായ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതം പോകുമ്പോൾ നിന്റെ സാന്ത്വനവും നിന്റെ സൗഖ്യവും നിന്റെ സമാധാനവും അനുഭവിപ്പാനും സുരക്ഷിതരായിരിക്കാനും ദൈവികമായ സൗഖ്യം അനുഭവിക്കുന്നവരായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സിന് വേണ്ടി, നഴ്സസിന് വേണ്ടി, ആരോഗ്യരംഗത്തെ ഇതര പ്രവർത്തകർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. അവിടുത്തെ കൃപയും പരിജ്ഞാനവും എല്ലാവർക്കും ദാനം ചെയ്യണമേ. നിന്റെ സംരക്ഷണത്തിലായിരിക്കാൻ തക്കൊണ്ട് ഇടയാക്കണമേ. കേരള സംസ്ഥാനത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെങ്ങുമുള്ളതായ എല്ലാ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ നിർമ്മാർജ്ജനം ചെയ്യുവാൻ തക്കവണ്ണം ഓരോരുത്തരും പ്രയത്നിക്കുന്നതായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയുടെ തണലിൽ ഓരോരുത്തരെയും അവിടുന്ന് പൊതുകയും ദൈവികമായ സൗഖ്യവും സമാധാനവും ഓരോരുത്തർക്കും നൽകി കൊടുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കല്യാൺ സെന്ററിന് വേണ്ടി എല്ലാ ഇടവേളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതേ പ്രാർത്ഥന സംബന്ധിക്കുന്നതായ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ എല്ലാവരെയും കരമുറിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ സ്ഥാനങ്ങൾ കൂടെ ഇരിക്കണമേ. വിവിധ ദേശങ്ങളിൽ കർത്താവെ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കുന്നതായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്ഷേമത്തോടെയും സൗഖ്യത്തോടെയും ബലത്തോടെയും ഓരോരുത്തരെയും പരിപാലിച്ചിടണമേ. ആശ്വാസം പകരുന്ന സമൂഹമായി ആശ്വസിപ്പിക്കുന്നതായ ദൈവകരങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഓരോരുത്തരെയും അവിടുന്ന് ഈ നാളുകളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൊണ്ട് ഞങ്ങളെ പൊതിയണമേ. അത്യാവസാനം കൂടെ ഇരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, പ്രിയപ്പെട്ട ജിജി അച്ഛൻ, ജിനു അച്ഛൻ, മനു അച്ഛൻ, ഷാജ അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരുപാട് ദുഃഖത്തിലായിരുന്ന കുടുംബവുമായി ബന്ധപ്പെട്ടതായ ബന്ധുമിത്രാദികൾ വിദൂരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുന്നു. കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്നു. ഇടവകയിലെ പ്രിയപ്പെട്ട എല്ലാവരും പങ്കെടുക്കുന്നു. എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവ് കാത്തു സൂക്ഷിക്കുകയും ദൈവികമായ ബലവും ദൈവികമായ കൃപയും എല്ലാവർക്കും ദാനം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനം നമുക്ക് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ട ജിനുവച്ചനാണ്. ജിനുവച്ചൻ നവജീവന്റെ ഡയറക്ടറായിട്ടാണ് നാടുകളിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രീതി നവജീവൻ സെന്ററിന്റെ കല്യാണ ഓഫീസിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. പ്രിയപ്പെട്ട ജിനുവച്ചനെ ദൈവവചനം ക്ഷണിക്കുകയും ചെയ്തു. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ, ഷാജനച്ചൻ, ജോസഫ് അച്ഛൻ, ജിജി അച്ഛൻ, മനു അച്ഛൻ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവജനമേ, വളരെയധികം പ്രയാസം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇടവകയായും വ്യക്തികളായും സ്ഥാപനവുമായും നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നുപോയത്.
പ്രിയപ്പെട്ട ജോർജുട്ടി അങ്കിളിന്റെയും ആന്റിയുടെയും പ്രമോദിന്റെയും മിനിയുടെയും പ്രിയപ്പെട്ട പ്രീതിയുടെയും ഷാരന്റെയും ഒക്കെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഒരുപാട് അപേക്ഷിക്കുകയും ചെയ്ത ദിവസങ്ങളാവുന്നു. എന്നാൽ ദൈവഹിത പ്രകാരം പ്രീതി ഇന്നലെ ഈ ലോകത്ത് നിന്ന് യാത്രയായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവും നമുക്കൊക്കെയും ഒരല്പം വേദന തരുന്നതുമായ ഒരു കാര്യമാവുന്നു. നവജീവൻ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം കല്യാണിലെ ഓഫീസിൽ 5 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു. അതിലൊരാളായി കഴിഞ്ഞ ഏകദേശം 10 വർഷത്തോടടുത്ത് 8-9 വർഷത്തോടടുത്ത് പ്രിയപ്പെട്ട പ്രീതിയും ഉത്തരവാദിത്വപരമായ ജോലിയിൽ ഭംഗിയോടുകൂടി തന്റെ ജോലി നിർവഹിച്ചു എന്നുള്ളത് നന്ദിയോടുകൂടി ഓർക്കുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം എനിക്ക് പ്രീതിയോടൊപ്പം ആ ഓഫീസിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പ്രത്യേകമായി ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നവജീവനിലെ ഓരോ കുഞ്ഞുങ്ങളുടെയും ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്നതും അവരുടെ കാര്യങ്ങളിൽ കറസ്പോണ്ടൻസ് നടത്തുന്നതും പ്രീതിയായിരുന്നു. വളരെ നന്നായിട്ട് എഴുതും, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. നവജീവനിലെ റെസിപ്റ്റ് മേക്കിങ്ങിന്റെയും താങ്ക്സ് ലെറ്റർ പ്രിപ്പറേഷന്റെയും പ്രധാന ചുമതല നിർവഹിച്ചത് പ്രിയപ്പെട്ട പ്രീതിയായിരുന്നു. മാർച്ച് മാസം 20-ാം തീയതി ഓഫീസ് ഔദ്യോഗികമായി സാധാരണ രീതിയിലുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചു. കാരണം ഈ സിറ്റുവേഷനിൽ വന്ന് ജോലി ചെയ്യുന്ന സാഹചര്യം പ്രയാസമായതുകൊണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വരെയും ലോക്ക്ഡൌൺ ലിഫ്റ്റ് ചെയ്യുന്നു എന്ന മെസ്സേജ് വരുമ്പോൾ എനിക്കൊരു മെസ്സേജ് വരും, അച്ഛാ എന്നാണ് ഓഫീസിൽ ഞാൻ വരേണ്ടത്. വളരെ വേദനയോട് മാത്രമേ എനിക്കത് ഓർക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ തന്റെ ഉത്തരവാദിത്വങ്ങള് സഭയുടെ ശുശ്രൂഷയിൽ ഭംഗിയായി നിർവഹിച്ചു. അഭിമാനത്തോടുകൂടി അത് ഓർക്കുവാനായിട്ട് സാധിക്കുന്നു. താൻ പ്രിയമിച്ചിരിക്കുന്ന ദേശത്തേക്ക് യാത്രയായി എങ്കിലും നല്ല ഓർമ്മകളും നല്ല മാതൃകകളും തന്നിട്ടാണ് പോയിരിക്കുന്നത്. വളരെ നിശബ്ദമായി, ആരോടും കലഹിക്കാതെ, പരാതി പറയാതെ തന്റെ ജോലി ഏറ്റവും സൗമ്യമായി ചെയ്ത് നവജീവനിൽ നിന്ന് മാർച്ച് 20-ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല. എന്നാൽ ദൈവമാവുന്നുവല്ലോ നിശ്ചയിക്കുന്നത്. ആ കുടുംബത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന് നവജീവന് ലഭിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും ശുശ്രൂഷയ്ക്കും ദൈവനാമം നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രീതിയുടെ ജീവിതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നലെ നടന്നതായ ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട ഇടവക മാതൃകാപരമായി അഭിമാനത്തോടുകൂടി ചെയ്തതായ ആ ശുശ്രൂഷ നന്ദിയോടുകൂടി നവജീവൻ സെന്റർ ഓർക്കുന്നു. പ്രിയപ്പെട്ട ബിനോയ് അച്ഛന്റെയും ഷാജൻ അച്ഛന്റെയും ഇടവക ചുമതലക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അതായത് മോഹൻ ചാന്റെയും ഷായ് ചാന്റെയും ജീചാന്റെയും സൈചാന്റെയും ഒക്കെ ശുശ്രൂഷ പ്രത്യേകം ഓർക്കുന്നു. പ്രത്യേകിച്ച് സെമിത്തേരിയിലോട്ട് കടന്നു പോകുമ്പോൾ പെട്ടി ചുമക്കുവാനുള്ള ഭാഗ്യവും ഈ പ്രിയപ്പെട്ടവർ കാണിച്ചു, പ്രിയപ്പെട്ട അച്ഛന്മാർ കാണിച്ചു. ആരോഗ്യ പ്രശ്നം കൊണ്ട് എനിക്കത് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ പ്രിയപ്പെട്ട അച്ഛന്മാരോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും നവജീവന്റെ പേരിലും വ്യക്തിപരമായുമുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തട്ടെ. പേടിയോടുകൂടി മാത്രം മനുഷ്യർ കാണുന്ന ഈ കാഴ്ചകളെ തങ്ങളുടെ ജീവിതം കൊണ്ട് ഭംഗിയായി അത് നിർവഹിച്ച ഇടവകയോട്, ശുശ്രൂഷയോട് പ്രത്യേകം നവജീവന്റെ നന്ദി അറിയിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും പഠിച്ചിട്ട് പുറത്തു പോയ കുഞ്ഞുങ്ങളുടെയും കഴിഞ്ഞ കാലങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്റ്റാഫ് മെമ്പേഴ്സിന്റെയും അനുശോചനവും ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രിയപ്പെട്ട ജോർഡിച്ചാനോടും കുടുംബത്തോടും ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ നവജീവനെ പ്രതികരിച്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇടവകയായി എനിക്ക് തന്ന ആ ഒരു അവസരത്തിനായിട്ട് ഇടവകയോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യട്ടെ. ഇന്ന് അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ആവർത്തന പുസ്തകം 34-ാം അധ്യായം, Deuteronomy chapter 34.
നമുക്ക് കാണുവാനായിട്ട് അവിടെ 34 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 34 വേഴ്സ് 4. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു. എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ചോദിക്കാതെ ഞങ്ങൾക്ക് അവിടുന്ന് ജീവനെ തന്നു. നീ നിശ്ചയിക്കുമ്പോൾ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതയാത്രയുടെ അർത്ഥം ഈ ലോകത്ത് പൂർത്തിയാക്കുവാൻ ഈ കൃപ തരുന്നു. ദൈവമായ കർത്താവെ, തിരുവചനപ്രകാരം ഈ ലോകത്ത് ഞങ്ങൾ ജീവിച്ച് മടങ്ങി വരേണ്ടവരാണെന്നുള്ള ബോധവും ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ള ബോധ്യവും ഞങ്ങൾക്ക് ഇരിക്കണമേ. പാഠഭാഗത്ത് വായിച്ചതുപോലെ ആശ്വാസത്തിന്റെ ഭവനങ്ങൾ ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ പണിതിട്ടുള്ളത് ഓർത്ത് സ്തോത്രം. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം, അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിന്നിൽ ഞങ്ങളുടെ ആശ്രയങ്ങളെ ഉറപ്പിക്കണമേ. അല്പസമയം വചനവുമായി നിന്റെ സന്നിധിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഭവനത്തോടും ഇടവകയോടും ഞങ്ങൾ ഓരോരുത്തരോടും നിന്റെ ആത്മാവിനാൽ ഇടപെടണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. വേദപുസ്തക ചരിത്രത്തിൽ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മരണ വാർത്തയാണ് ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയുടെ അവസാന നിമിഷങ്ങൾ. മോശയെക്കുറിച്ച് ഈ ലോകത്തെ ഏറ്റവും സാമർഥ്യമുള്ള, ഏറ്റവും ശക്തനായിരുന്ന, വലിയ മാനേജ്മെന്റ് വിദഗ്ധനായും ഏറ്റവും മിടുക്കനായ ഒരു നേതാവായും ലോകത്തെ മാനേജ്മെന്റ് ഫീൽഡ് പഠിപ്പിക്കുന്നു. ശൂന്യതയിൽ നിന്ന് ആരംഭിച്ച് പ്രോമിസ് ലാൻഡിലേക്ക് ഒരു ജനത്തെ കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള ഇച്ഛാശക്തി കാണിച്ച ധീരനായ മനുഷ്യൻ. ചെങ്കടലിനെ വിഭാഗിക്കുവാൻ തക്കവണ്ണം ദൈവകൃപ അനുഭവിച്ച മനുഷ്യൻ. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നാളുകളിൽ സ്വർഗീയ ഭോജനം കൊണ്ട് തന്റെ ജനത്തിന് ഭക്ഷണം നൽകുവാൻ ദൈവം ഇടയാക്കിയ മനുഷ്യൻ. മരണത്തിന്റെയും പേമാരിയുടെയും അനേക വ്യാധികളുടെയും നടുവിൽ ദൈവകൃപ പാളയത്തിന് പകർന്നു കൊടുത്ത മനുഷ്യൻ. മനുഷ്യന്റെ ജീവിതം, വിശ്വാസ ജീവിതം ഭംഗിയായി നിറവേറ്റപ്പെടേണ്ടതിന് ദൈവിക കൽപ്പനകളെ ലോകത്തിൽ ദൈവം ഏൽപ്പിച്ച മനുഷ്യൻ. ജിനുച്ച കേൾക്കാം?
ജിനോച്ചൻ. ഓക്കെ. ജിനുവച്ചൻ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ജിനുവച്ചൻ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഇത് കൊണ്ടുപോകണേ. പാപലോകത്തിൽ കിടന്നു പാടുപേടുന്ന എനിക്കെപ്പോഴെന്റെ മോക്ഷവീട്ട് എന്നു ചേർന്നിടാം. എനിക്കെപ്പോഴെന്റെ മോക്ഷവീട്ട് എന്നു ചേർന്നിടാം. ഹലോ, കേൾക്കാം. മോശയുടെ ജീവിതയാത്ര, സോറി നെറ്റ്വർക്കിന്റെ പ്രയാസം ഉള്ളത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് നേരിട്ടു, ക്ഷമിക്കുക. മോശയുടെ ജീവിതയാത്രയുടെ അന്ത്യം മനോഹരമായി രേഖപ്പെടുത്തിയതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ദൈവം തന്റെ ദൗത്യം പരിപൂർണമായി നിർവഹിക്കുവാൻ മോശയെ ദൈവം ഉപയോഗിച്ചില്ല? എന്നാൽ ദൈവം തന്റെ ഹിതം ജനത്തിന് നിറവേറ്റുവാൻ മോശയുടെ ജീവിതത്തിലൂടെ വലിയൊരു സന്ദേശം ഈ ലോകത്തിന് അല്ലെങ്കിൽ യഹൂദ ജനത്തിന് നൽകുവാനായിട്ട് സാധിച്ചു. വിളിച്ച് ഇറക്കി, ചെങ്കടലിലൂടെ നടന്ന്, മരുഭൂമിയിലൂടെ നടന്ന്, ദാരിദ്ര്യത്തിന്റെയും വേദനയുടെയും സങ്കടത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഒക്കെ അനുഭവങ്ങളിലൂടെ നടന്ന് ഇന്ന് എത്തിയിരിക്കുന്നത് നെബോ പർവ്വതത്തിന്റെ മുകളിൽ, പിസ്ഗാ മുകളിൽ കയറിയിരുന്നു കൊണ്ട് തനിക്ക് ദൈവം വാഗ്ദത്തം തന്ന ഈ ജനത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ ദേശം കാണിച്ചു കൊടുത്തു. ദൂരെ നിന്ന് കാണുകയാണ്, അവിടേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന്. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ കൊടുക്കുമെന്നുള്ളത് സത്യമാണ്, പക്ഷെങ്കിൽ നീ അവിടേക്ക് പോവുകയില്ല. ലോകത്തിന്റെ ഉത്തരവാദിത്തങ്ങളും ലോകത്തിന്റെ ബന്ധങ്ങളും ഒക്കെ നമ്മളെ പലപ്പോഴും അതിൽ നിന്ന് മാറ്റുവാനായിട്ട് വളരെ പ്രയാസമുണ്ട്. കുടുംബം, മക്കള്, നമ്മുടെ ജോലി, നമ്മുടെ ഉത്തരവാദിത്തങ്ങള്, ഇതിനൊക്കെ ഒരു അവസാനമാണ് മരണത്തിലൂടെ, ശാരീരികമായ മരണത്തിലൂടെ സംഭവിക്കുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർതിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. മരണ ദിവസം ഏറ്റവും കയ്പുള്ളത് ദിവസമാകുന്നു, നമ്മുടെ ശുശ്രൂഷക്രമം പറയുന്നുണ്ട്. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം മരണ ദിവസം ഏറ്റവും സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം ഇവിടെ നിന്ന്, ഈ താൽക്കാലികമായ ഭവനത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നത് നിത്യമായ ഭവനത്തിലേക്കാണ്. ഒരുപാട് പുസ്തകം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കണ്ണുനീരില്ലാത്ത, കഷ്ടതകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത ഒരു മനോഹരമായ ദേശം. നാമൊക്കെയും നമ്മുടെ ഭവനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത് പോലെ ആത്മാവ് തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ
ഹോം കമ്മിങ്, വീട്ടിലേക്ക് ചെല്ലുന്നത് പോലെയാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. താൽക്കാലികമായ ഈ ഭവനം എന്ന് പറയുന്നത് നമ്മുടെ രോഗാതുരമായ ശരീരവും അസ്വസ്ഥതകൾ നിറയുന്നതായ ജീവിതാനുഭവങ്ങളും ഒക്കെ ആവുന്നുവെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലെ ആശ്വാസത്തിനായി അവൻ നമ്മെ വിളിക്കുന്നു. എത്ര ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം, എങ്ങനെ ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറങ്ങിത്തിരിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശം എന്ന് പറയുന്നത് എത്തപ്പെടേണ്ട ദേശത്തേക്ക് മോശെ യാത്ര ചെയ്യുക. ഒരു കാര്യം ഉറപ്പാണ്, കനാൻ ദേശം ദൈവം തരുമെന്ന് പറഞ്ഞത് വിശ്വാസയോഗ്യമാണ്. അവിടെ എത്തുവാനായിട്ട് സാധിക്കും. അവിടെ എത്തിക്കുക എന്നുള്ളത് വിളിച്ചിറക്കിയ ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. പ്രിയപ്പെട്ടവരെ, പ്രീതി ഇന്ന് കടന്നു പോകുമ്പോൾ 51 വയസ്സാണ്. ലോകത്തിൽ ഇന്നത്തെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ അനുസരിച്ച് ലൈഫ് എക്സ്പെക്ടൻസി വളരെ ഇച്ചിരി കൂടുതലാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മനുഷ്യരായ നമുക്ക് അതിന്റെ ബുദ്ധിപരമായ മറുപടി ലഭിക്കുന്നില്ല. കാരണം ആയുസ്സിനെ തന്നത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല, ആയുസ്സിനെ എടുക്കുന്നത് നമ്മളോട് അഭിപ്രായം ചോദിച്ചിട്ടുമല്ല. അത് ചെറുപ്രായത്തിലായാലും വലിയ പ്രായത്തിലായാലും, കഷ്ടത നിറഞ്ഞ ജീവിതാനുഭവമാണെങ്കിലും, സമ്പന്നതയുടെ നടുവിലാണെങ്കിലും, സുഖസൗകര്യങ്ങളുടെ നടുവിലാണെങ്കിലും, ദാരിദ്ര്യത്തിന്റെ നടുവിലാണെങ്കിലും, തന്ന ജീവനെ തിരികെ വിളിക്കുവാൻ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് വിളിക്കുമ്പോൾ, 90-ാം സങ്കീർത്തനം ഇന്ന് കുഞ്ഞു വായിച്ചപ്പോൾ നമ്മൾ കേട്ടു, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ മടങ്ങിപ്പോകേണ്ടത് മോശയുടെ സങ്കീർത്തനം. പ്രിയപ്പെട്ടവരെ, തന്നിരിക്കുന്ന ജോലി, തന്നിരിക്കുന്ന ആയുസ്, തന്നിരിക്കുന്നതായ അനുഭവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഇപ്പോൾ ഒരുപക്ഷെങ്കിൽ ഭയത്തോടു കൂടിയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. മരണം എന്ന് പറയുന്നത്, നമ്മയൊക്കെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ മരണഭയം, എവിടെയും നോക്കിയാൽ മരണത്തിന്റെ തണുത്ത കാറ്റ് വീശുന്നുണ്ട്. എപ്പോഴാണ് ഇതിന് പിടിപെടുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും പേടിക്കുന്ന കാര്യമാണ്. മുമ്പെങ്കിലും ഇല്ലാത്ത വിധം മനുഷ്യൻ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നതായ അനുഭവമാണ്. ആ ഒളിച്ചിരിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ പേടിപ്പിക്കുന്നത് എന്റെ മരണത്തിന്റെ കാരണം ഈ കോവിഡ് ആകുമോ എന്നുള്ള പ്രയാസമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ റീസൺ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടില്ല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുവാൻ എപ്പോഴാണ് സമയമാകുന്നത് എന്ന് നിശ്ചയിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തന്നിട്ടില്ല. ഇന്ന് ഒരുപാട് പേര് വേണ്ട എന്ന് വെച്ച് ആത്മഹത്യയിലൂടെ മടങ്ങിപ്പോകുന്നവരുണ്ട്. പക്ഷേ ദൈവം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പരിഹാര മാർഗവുമല്ല. എന്നാൽ ഇവിടെ കാണുന്നത്, ഈ ലോകത്തിൽ നിന്നുള്ള എന്റെ യാത്രയ്ക്ക് എന്ത് കാരണമാകുന്നു എന്നുള്ളത് എനിക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് ദൈവം നിശ്ചയിക്കുന്നതായ വിധത്തിൽ യാത്ര ചെയ്യുവാൻ, അതൊരു പക്ഷെങ്കിൽ കോവിഡ് ആണോ റീസൺ എന്നുള്ളത് ദൈവത്തിന് അറിയത്തുള്ളൂ. നമുക്ക് അതിനകത്തൊന്ന് തിരിച്ചൊന്നും പറയുവാനായിട്ട് സാധിക്കില്ല. പ്രീതിയെ സംബന്ധിച്ചിടത്തോളം ദൈവം വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് കടന്നു പോകുവാൻ ഇതൊരു കാരണമായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ കാരണം എന്ന് പറയുന്നത് ദൈവ നിശ്ചയമാകുന്നുവെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നു. കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന്, താൻ അനുഭവിച്ച പ്രയാസങ്ങളുടെ ഈ ലോകത്തിൽ നിന്ന് നിത്യതയുടെ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നു. ദാവീദ് രാജാവ് തന്റെ കുഞ്ഞിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. രട്ടിലും വെണ്ണീറിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ദാവീദ് പൈതലിന്റെ മരണത്തിന്റെ ശേഷം പറയുന്നുണ്ട്, ഇനി ഞാൻ അവനെ ഇവിടെയല്ല കാണുന്നത്, ഇനി ഞാൻ അവനെ എന്റെ പിതാവിന്റെ അടുക്കൽ ചെന്ന് കാണും. അതേ പ്രിയപ്പെട്ടവർ, ഓരോ മരണവും നമുക്ക് തരുന്ന വലിയൊരു അഷ്വറൻസ് എന്ന് പറയുന്നത് ആ സുന്ദരമായ തീരത്ത് നമ്മൾ മുഖാമുഖമായി കാണും. കർത്താവ് പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആ പ്രോമിസ് ചെയ്യപ്പെട്ടിരിക്കുന്ന വാസസ്ഥലങ്ങളിലേക്ക് പോകുവാൻ തക്കവണ്ണം നമ്മെ ദൈവം വിളിക്കുമ്പോൾ വിശ്വസ്തയോടുകൂടി ലോകത്തിന്റെ യാത്ര വരയുവാൻ നമുക്കിടയാകട്ടെ. പ്രീതിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ചോദിക്കാം, എന്തുകൊണ്ട് ജീവിത ഉത്തരവാദിത്തങ്ങളൊക്കെ തീർക്കുവാൻ ദൈവം ആയുസ് നീട്ടിക്കൊടുത്തില്ല? അത് നമ്മളുടെ ബുദ്ധിക്ക് അനുസരിക്കുന്നില്ല. എന്നാൽ എത്ര വലിയ ദൗത്യം ദൈവം ഏൽപ്പിച്ചാലും, എത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചാലും പൂർത്തിയാക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ്. അത് ഞാൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്ന ദൈവം കൂരിരുള്ള താഴ്വരുടെ അനുഭവങ്ങളിലൂടെ നടന്ന് മറുകര എത്തുവാൻ തക്കവണ്ണം കൂടെയിരിക്കുന്ന ദൈവം, അവന്റെ പദ്ധതി നിറവേറ്റപ്പെടുമ്പോൾ നമുക്കത് ഭംഗിയോടുകൂടി, നമുക്ക് വിധേയത്തോടുകൂടി, ആശ്വാസത്തോടുകൂടി അക്സെപ്റ്റ് ചെയ്യുക മാത്രമാണ് നമ്മൾ. ദാവീദ് ഇവിടെ കാണുന്നത്, കാണിക്കുവാൻ ഭാവിയെ ദൈവം കാണിച്ചു കൊടുത്തു. കണ്ണുകൊണ്ട് ദേശത്തെ കാണുവാൻ മോശയെ സാധിപ്പിച്ചു. എന്നാൽ
കാലുകുത്തുവാൻ യോശുവയുടെ നേതൃത്വത്തിന് സാധിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതയാത്രകൾ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുന്നത് ദൈവമാണ്. ചെറുപ്രായമെന്നോ വലിയ പ്രായമെന്നോ, ചെറിയ ഉത്തരവാദിത്വമെന്നോ വലിയ ഉത്തരവാദിത്വമൊന്നോ ഇല്ല. അവൻ വിളിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ പോകേണ്ടതാണ്. എന്നാൽ പോകുന്ന നാൾ വരെയും അവൻ ഏൽപ്പിച്ച ജോലി നമുക്കറിയാമല്ലോ. മോശയ്ക്ക് വേണേ പറയാമായിരുന്നു, എന്നെ അവിടെ കാലുകുത്താൻ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഈ ജോലി ചെയ്യത്തില്ല. അല്ല പ്രിയപ്പെട്ടവരെ, റിസൾട്ട് തരുന്നത് ദൈവമാണ്, പൂർത്തിയാക്കുന്നത് ദൈവമാണ്, തലമുറയുടെ ഭാവി നോക്കുന്നത് ദൈവമാണ്, നമ്മളല്ല. അവന്റെ കരങ്ങളിൽ പൂർണ്ണമായി നമുക്ക് ശരണപ്പെടാം. ദൈവം നമ്മെ കാണിച്ചു തരുന്ന ഭാവിയുടെ വാഗ്ദത്തങ്ങൾ അവൻ നിവർത്തിക്കുവാൻ ശക്തനായതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസ്തയോടുകൂടി അവൻ പുലർത്തിയ ദൈവം വരും കാലങ്ങളിലും കുടുംബത്തെ ആശ്വസിപ്പിച്ച് വിശ്വസ്തയോടെ വഴി നടത്തും. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരന്റെ കുടുംബത്തിനും പ്രിയപ്പെട്ട ഷാരനും ഒക്കെ ഈ റെഷുറൻസ് നമുക്ക് കൊടുക്കാം. ദൈവം വിശ്വസ്തനാണ്. അവൻ ജീവിതയാത്രയെ അർത്ഥവത്തായി മുന്നോട്ട് നയിക്കുവാൻ ശക്തനാണ്. ആ കൂടെയുണ്ട്. അവൻ പറഞ്ഞിരിക്കുന്നത് നിവർത്തിക്കുവാൻ ശക്തനാണ്. പ്രീതിയുടെ ജീവിതം നമുക്ക് തന്നിരിക്കുന്ന, എൻ്റെ ഇവിടെ ജോലി ചെയ്തതുകൊണ്ട് നിശബ്ദതയോടുകൂടി തന്റെ ജോലി ഭംഗിയായി നിർവഹിച്ച് ശാന്തമായി ഒരാൾക്കും ഒരു പരിക്ക് പറ്റാതെ, ആരോടും കയർക്കാതെ, ആരോടും വിദ്വേഷിക്കാതെ സമാധാനത്തോടുകൂടി യാത്ര പോകുമ്പോൾ ഞങ്ങളും തലകുനിക്കുന്നു. ദൈവം തന്ന നല്ല മാതൃക ഞങ്ങൾക്കും പങ്കുവയ്ക്കുവാൻ ഇടയായതിൽ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയുടെയും തിയോഡോഷ്യസ് തിരുമേനിയുടെയും അഭിനയ സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനിയുടെയും അനുശോചനം നവജീവനിലൂടെ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സഭ നിങ്ങളുടെ ശുശ്രൂഷയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ നമ്മുടെ നവജീവനിലെ കുഞ്ഞുങ്ങൾ, നവജീവന്റെ ഓഫീസ് സ്റ്റാഫ്, നവജീവന്റെ സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും പ്രിയപ്പെട്ട കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ സഹകരണത്തിനും പ്രത്യേകിച്ച് പ്രീതിയെ ഈ ശുശ്രൂഷയ്ക്ക് വിട്ടുതന്നതിനും ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യതയിൽ ഒരുമിച്ച് കാണുവാൻ കണ്ണുകളെ തുറന്ന് ഭാവിയെ ഉറപ്പാക്കുന്ന ദൈവം ജീവിതാനുഭവങ്ങളിൽ കൂടെ ഇരുന്ന് മറുകരയെത്തുവാൻ സഹായിക്കും. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട മനുവച്ചൻ പ്രാർത്ഥിക്കും. Dear God, our Father, the giver of life, the designer of our future, we are thankful for your presence in this fellowship. Dear Lord, we are thankful to you for the different ways that you speak to us. As we gather today here, being part of this fellowship, we are thankful to you for the gift of life, especially as we heard today from the word. Dear Lord, we know that you are in charge of our life and you are in charge of our good future. Dear Lord, death reminds us that we are here right now in a temporary shelter and you are preparing us for the eternal home, as you promised the Israelites that they would get there in the end, and so we believe that we will also get there to the place that you have promised for us. Dear Lord, we live in times when there is fear of death in us and around us, but we are thankful for your concrete promise that assures us that you are there with us and we need not fear anything when you are there with us. Dear Lord, we are thankful for Preeti Auntie's life. We are thankful for all the blessings that she experienced from you. We are thankful for the ways that she was a blessing to all beloved around her, to the church, to the society. We are thankful for her services to the Navjeevan Center. Especially we are thankful for who she was to her family, especially Sharon. Dear Lord, we remember the beloved family in our prayer. We pray for their healing. We pray for your assured presence in their lives. We pray for dear Sharon. We are thankful for Kalyan Marthoma Church. Dear Lord, through Moses' death experience, we understand that we are not inevitable for the future. It is you who drive our history. It is you who is in control. It is you who will lead us into whatever future you have prepared for us. Dear Lord, help us all be prepared for the future that you have designed for us. We are once again thankful for the gift of life. We are thankful for Preeti Auntie's life. We are thankful for the ways in which the fellowship around us, the church around us is helping us build our faith. We humbly submit ourselves into your care. Thank you for this fellowship. Thank you for the faith that you give us. Thank you for the assurance that you give us. We humbly submit ourselves. Bless us all. In your most precious name we pray. Amen. Amen. അഭിനന്ദ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സഫ്രഗൻ മെത്രാപ്പോലീത്തൻ തിരുമേനി, ബഹുമാനപ്പെട്ട
അച്ഛന്മാർ, വിശ്വാസ സമൂഹം, വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, അവരുടെ ബന്ധുമിത്രാദികൾ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. നമ്മുടെ ഈ പ്രാർത്ഥനയോടെ ചേർന്ന് അനുശോചനങ്ങളൊക്കെ അറിയിക്കാനുള്ളതായ പ്രത്യേക സമയമായിട്ടാണ് ഈ സമയത്തെ വേർതിരിച്ചിരിക്കുന്നത്. ലഭിക്കുന്നതായ സമയം ചുരുങ്ങിയ വാക്കുകളിൽ അനുശോചനം രേഖപ്പെടുത്തി തിരുമേനിയുടെ വാക്കുകളോടെയും പ്രാർത്ഥനയോടെയും നമ്മുടെ സെഷൻസ് സമാപിക്കുന്നതാണ്. ആദ്യമായിട്ട് അനുശോചനം രേഖപ്പെടുത്തുവാനായിട്ട് ക്ഷണിക്കുന്നത് പ്രീതി ഉൾപ്പെട്ട് നിൽക്കുന്നതായ കല്യാൺ മാർത്തോമ ഇടവയുടെ പെനിയൽ ഏരിയ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. കെ എം മാത്തക്കുട്ടി. അൺമ്യൂട്ട് ചെയ്യണം. ഞാൻ ചോദിച്ചാൽ അൺമ്യൂട്ട് ചെയ്ത്. കേൾക്കുന്നില്ല. ഹലോ, ഇപ്പൊ കേൾക്കാം. കഴിഞ്ഞ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇടവകയെ റെപ്രസെന്റ് ചെയ്ത് മിസ്റ്റർ റജി തോമസ്, കല്യാൺ മാർത്തോമയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തും. അച്ഛൻ കേൾക്കാവോ? യെസ്. Respected Tirumeni, respected Achins who have joined this call, my senior parish members, Preeti Auntie's family, and all those who have taken time to join the call. Greetings to all in the name of our Lord Jesus Christ. On behalf of Marthoma Syrian Church, I offer my deepest and most sincere condolences to the entire family, especially to John George uncle and auntie, Sharon, Pramod Achichan, Mini Chechi, David and Ria. As we all know, the entire family has been actively involved in all the church activities. At this moment, I would like to highlight and thank George Kuti uncle's contribution to the church foundation and its growth, which is highly valued. And also acknowledging Pramod Achichan's involvement in all the church activities. Preeti Auntie herself was actively working with Navjeevan Center in the Kalyan office in the accounts team. My memory with Preeti Auntie is always seeing her with a big, bright smile on her face. I can definitely say she is very fond of kids. I remember as a kid, when I was running around in church, she used to lovingly scold me and make me smile. I still have those pictures, images in my mind. A true Christian family which has orchestrated Christian values and have showed always to love the people around you. Sharon, my deepest sympathy. The memory of your mom will give you comfort, and her leaving will be celebrated through you all. God bless you. Once again, I express
my sincere condolences to the bereaved family and pray to God for giving strength and peace. Mr. K. Mathaputti. നമ്മുടെ ഇവിടെ ബഹുമാനപ്പെട്ട മത്തായി ജോസഫ് അച്ഛൻ ഈ ശുശ്രൂഷകളെ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. അഭിമന്യ തിരുമേനി, ബഹുമാനരായ അച്ഛന്മാര്, പ്രീതിയുടെ വേർപാട് ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് ഷാരൻ, പ്രിയപ്പെട്ട ഇടവ അംഗങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശു സ്നേഹ വന്ദനം അറിയിക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്ത സമയത്ത് ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമായി ഇടപെട്ട ഒരു കുടുംബം എന്ന നിലയിൽ ജോർജ് അങ്ങളുടെ കുടുംബമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുവാൻ എനിക്ക് അവസരം ലഭിച്ചു. നല്ല ഒരു സൗഹൃദ ബന്ധം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ജോർജ് അങ്കിളിനും കുടുംബ അംഗങ്ങൾക്കും കോവിഡ് ബാധിച്ചു എന്നുള്ള വാർത്ത തന്നെ ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമായിട്ട് അനുഭവപ്പെട്ടു. പ്രീതിയുടെ വേർപാടും വളരെ വേദനാജനകമായിട്ടുള്ളൊരു അനുഭവമാണ് എന്ന് യാതൊരു സംശയമില്ല. ഷാരന്റെയും എല്ലാ പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങളുടെയും ദുഃഖത്തില് ഞങ്ങൾ കുടുംബമായിട്ട് പങ്കുചേരുന്നു. ആശ്വാസത്തിനായിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രീതിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സജീവമായി നിൽക്കുന്ന ഒരു ചിത്രം വളരെ ശാന്തമായി, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന, എന്നാൽ നല്ല പുഞ്ചിരിയോടുകൂടെ എല്ലാവരോടും ഇടപെടുന്ന, ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ആ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. നവജീവനിലെ ഈ പ്രീതിയുടെ പ്രവർത്തനങ്ങൾ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ വളരെ നന്നായി വിശ്വസ്തമായ രീതിയിൽ അത് മാത്രം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന, നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി. ഉള്ളിൽ സന്തോഷമല്ലാത്ത അനുഭവങ്ങളുടെ നീറ്റിലൊക്കെ അനുഭവപ്പെടുന്ന സമയത്തും ആ മുഖത്ത് പുഞ്ചിരി മാത്രം കണ്ടുകൊണ്ടിരുന്നു എന്നത് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നിയ ഒരു അനുഭവമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിലാണ് ദൈവഹിതപ്രകാരം പ്രീതി ഈ ലോക ജീവിതത്തിൽ നിന്ന് വേർപെട്ടത്. എന്നാൽ ഈ കോവിഡ് കാലഘട്ടത്തിലും കഴിയുന്നത്ര ഉചിതമായിട്ടുള്ള ഒരു സംസ്കാര ശുശ്രൂഷ നടത്തി യാത്ര അയക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കേട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അച്ഛന്മാരെയും ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട ചുമതല വഹിച്ച എല്ലാവരെയും ഞാൻ ഈ സമയത്ത് അവരെ അത് സന്തോഷത്തോടെ ഞാൻ സ്മരിക്കുകയാണ്. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ നമ്മുടെയൊക്കെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അവസ്ഥ മനുഷ്യജീവിതത്തിന്റെ വൾണറബിലിറ്റി വളരെ വ്യക്തമാക്കുന്നതാണ്. നാം ഇന്ന് ദൈവത്തോടുള്ളൊരു ക്ലോസ്നെസ്, അതുപോലെ തമ്മിലൊരു ക്ലോസ്നെസ് വർദ്ധിപ്പിക്കുക ഒന്ന് മാത്രമാണ് നമ്മുടെ നിസ്സഹായതയുടെ മധ്യത്തിലും ഭീതിയുടെ മധ്യത്തിലും നമ്മുടെ വൾണറബിലിറ്റിയുടെ മധ്യത്തിലും നമുക്ക് ശക്തമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും ആ ദൈവത്തിന്റെ ക്ലോസ്നെസ് വളരെ നന്നായിട്ട് അനുഭവപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീസസ് ഇസ് ലോർഡ് എന്ന് ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങളെ അതിജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ ശക്തി അവരുടെ ജീവിതത്തിൽ ലഭ്യമായി തീരും. മരണത്തിന് ഒരിക്കലും ദൈവത്തോട് ചേർന്നുള്ള നമ്മുടെ ഭാവി ക്യാൻസൽ ഔട്ട് ചെയ്യാൻ സാധ്യമല്ല എന്നത് നമ്മൾ എപ്പോഴും ഓർക്കുക. ദൈവത്തോട് ചേർന്നാണ് നമ്മുടെ ഭാവി.
ദൈവം ആയിരിക്കുന്നിടത്താണ് നാമും ആയിരിക്കേണ്ടത് എന്ന ബോധ്യത്തോടു കൂടെ ദൈവത്തോടുള്ള ആ ഒരു ക്ലോസ്നെസ് കൂടുതൽ ഏറെ അനുഭവമാക്കി തീർന്നുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. പ്രത്യേകിച്ച് ഈ പ്രയാസ സമയത്ത്, വേദനയുടെ ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട എല്ലാ കുടുംബ അംഗങ്ങൾക്കും ആ തരത്തിൽ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ആൻറ്റിക്കും അങ്കിളിനും എല്ലാവർക്കും ആവശ്യമായ സൗഖ്യം കർത്താവ് നൽകി എത്രയും വേഗത്തിൽ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രമോദിന് ലഭിച്ച സൗഖ്യത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഷാരനയ്ക്ക് ആവശ്യമായ സ്വർഗീയ കൃപകൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് തുടർന്നുള്ള ജീവിതം ധന്യമായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിവന്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, ഇന്നത്തെ പ്രാർത്ഥനയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ സ്നേഹ ആദരവ്. കഴിഞ്ഞ 40 വർഷത്തെ പരിചയമാണ് ആ കുടുംബവുമായി ഞങ്ങൾക്കുള്ളത്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രീതി അതുപോലെ തന്നെ ഈ 40 വർഷവും ഒരു പ്രാർത്ഥനായോഗത്തിന്റെ അംഗങ്ങളായിരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. പ്രീതിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവിടെ ചെറുപ്രായം മുതൽ പഠിക്കുന്ന സന്ദർഭം മുതൽ അടുത്ത് അറിയുവാനും അവിടെ ഏറ്റവും താഴ്മയായ സ്വഭാവങ്ങള് മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സാധിച്ചിട്ടുണ്ട്. ശാന്തമായ സ്വഭാവം, ശാരീരികമായി ചില വണ്ണം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവളെ ഇത്ര ഇന്നസെന്റ് ആയ ഒരു കുഞ്ഞ് വേറെ ഇല്ലായിരുന്നു. ഒരു പുഞ്ചിരിയോടുകൂടി മാത്രം ഏതിനും ആൻസർ നൽകുന്നതായ ഒരു കുഞ്ഞായിരുന്നു. അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ ഈ കുഞ്ഞുമായിട്ട് പുലർത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ കാല പ്രയാസഘട്ടത്തിലും അടുത്ത് എനിക്ക് അവളെ ശുശ്രൂഷിക്കുന്നതിനും അവിടെ ഹോസ്പിറ്റലില് അവളോട് കൂടി നിൽക്കുന്നതിനും ഒക്കെ എനിക്ക് ആ കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു അത്യാഹിതത്തില് ആർക്കും സഹായിക്കാനോ അവളെ ഒന്ന് കാണുവാനോ സാധിച്ചില്ല. ഒരു കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാൻ ഒത്തില്ല എന്നുള്ളതായ ഒരു മാനസിക സംഘർഷങ്ങളുണ്ട്. എന്നാലും സർവശക്തനായ ദൈവം ആ നിത്യതയുടെ തുറമുഖത്ത് വെച്ച് അവളെ കാണാമെന്നുള്ളതായ ഒരു പ്രത്യാശ ഉണ്ട്. പെനിയേൽ പ്രാർത്ഥനായോഗത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും എല്ലാ വ്യക്തികളുടെയും പേരിലുള്ളതായ അനുശോചനം ജോർജിച്ചാനെയും പ്രമോദിനെയും ആ കുടുംബത്തിലുള്ള ഷാരോനെയും എല്ലാവരെയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജിജി തോമസ് അച്ഛൻ, മുംബൈ ഭദ്രാസന സെക്രട്ടറി, താനെ മാർത്തോമയുടെ വികാരി, അച്ഛനിപ്പോ അഭിവന്യ സഫ്രൈൻ മെത്രാപ്പൊലീത്ത തിരുമേനി, ബഹുമാന്യരായ അച്ഛന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ പ്രത്യാശ നൽകുന്ന തിരുവചനം നമുക്ക് ബലം ഏകി എന്ന് ഞാൻ കരുതുന്നു. പ്രീതിയുടെ പെട്ടെന്നുള്ള വേർപാട് കുടുംബാംഗങ്ങളെ മാത്രമല്ല, കല്യാൺ വെസ്റ്റ് ഇടവകയെ മാത്രമല്ല, ഡയസിസിനെ മുഴുവനായി വേദനിപ്പിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവും. ലൈഫ് ഓൺ എർത്ത് is a temporary assignment.
ഈ ലോകത്തിലെ ജീവിതം അത് ക്ഷണികമാകുന്നുവെന്ന് ഓരോ പ്രിയപ്പെട്ടവരുടെ വേർപാടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകമായിട്ടും ഈ കോവിഡ് കാലയളവ് വേദന നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നൽകുന്നു. എന്നാൽ പ്രത്യാശയോടുകൂടെ ഈ ലോകത്തിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിലകൊള്ളുവാൻ ഇടയായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോ ഗ്യാരണ്ടി അഗൈൻസ്റ്റ് ദ സഡൻ. പെട്ടെന്നുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വേർപാടുകളൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ലായിരിക്കും. എന്നാൽ സോവറിൻ ഓഫ് ദ സഡൻ ഈസ് ഇൻ കൺട്രോൾ. പരമാധികാരിയായ ദൈവം എല്ലാറ്റിൻ്റെയും ഉത്തരം നൽകും എന്നുള്ളതിന് യാതൊരു സംശയവും. ഈ അവസരത്തിൽ ഡയോസിസുമായി ബന്ധപ്പെട്ട മുംബൈ ഡയോസിസിന്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആയിട്ടുള്ള നവജീവൻ സെന്ററിന്റെ സ്റ്റാഫായി ഏറ്റവും സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്ത പ്രീതിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും വേർപാടിന്റെ ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, പ്രിയ മകൾ ഷാരൺ, ജോർജ് കുട്ടിയങ്കൾ, പ്രമോദൻ, മിനി മക്കൾ എല്ലാവരെയും ഓർത്ത് അവർക്ക് ആശ്വാസവും സമാധാനവും ഉയരത്തിലെ ദൈവം നൽകട്ടെ. ദൈവം അവർക്കെല്ലാം സൗഖ്യം നൽകട്ടെ എന്ന് പ്രമോദ് ഡിസ്ചാർജ് ചെയ്യും എന്ന് കരുതുന്നു. എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഈ ഫ്യൂണറൽ സർവീസിൽ ഏറ്റവും ഭംഗിയായി അനുഗ്രഹകരമായി അത് ചെയ്യുവാൻ കല്യാൺ ട്രസ്റ്റ് ഇടവയെ ദൈവം ശക്തീകരിച്ചു. ജിനുവച്ചൻ അവരുടെ സാന്നിധ്യം അവരെല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി എല്ലാവരെയും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദൈവം നൽകുന്ന ആയുസ് അത് ദൈവത്തോട് ചേർന്ന് മുന്നേറുവാൻ നമുക്കൊരിടത്തും ഇടയാകട്ടെ. നമ്മളെ കേൾപ്പിച്ച തിരുവചനവും ദൈവഹിതം മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ നമുക്ക് ലഭിക്കുന്ന ആയുസ് അതിൻ്റെ ക്ഷണികതയെ ഓർക്കുവാൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നേറുവാനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന പോലെ for to me to live is Christ and to die is gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നുള്ള വലിയ ചിന്ത പ്രീതിയുടെ ജീവിതത്തിലും തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സഭയുമായും സഭയുടെ പ്രവർത്തനങ്ങളുമായും ദൈവഭയത്തോടുകൂടെ ജീവിക്കാനും പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് മുന്നേറുവാനും ദാസിക്കിടയായി. ഷാരനെയും ജോർജ് കുട്ടിയെയും കുടുംബത്തെയും പ്രമോദിനെയും ദൈവം കൂടുതൽ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മുംബൈ ഡയോസിസിന്റെയും ഡയോസിഷൻ കൗൺസിൽ അംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ ഡയോസിഷൻ ട്രഷറർ PK അച്ഛൻ്റെ എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ ഡയോസിസിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പേരിൽ ഇവാഞ്ചലിസ്റ്റ് സുവിശേഷകരുടെ പേരിൽ എല്ലാ വിശ്വാസ ജനത്തിൻ്റെയും അനുശോചനം ഈ സമയം അറിയിക്കുന്നു. പ്രീതി ചെയ്ത, ഡയോസിസിന് ചെയ്ത, നവജീവന് ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കായി ദൈവത്തിന് സ്തോത്രം കരയറ്റുകയും കുടുംബാംഗങ്ങളെയും ഷാരനെയും ദൈവം തുടർന്നും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകൾ ചുരുക്കം. അഭിനയ ലിവറീസ് മാർത്ത ഡിവിഷൻ സഭ മെട്രോപൊളിറ്റൻ തിരുവേനി, പ്രിയപ്പെട്ട അച്ഛന്മാരെ, വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇടവാംഗങ്ങളെ, മുംബൈ ഡയോസിഷൻ ട്രഷറർ PK അച്ഛനും പങ്കെടുക്കുന്നവരുമേ, വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഈ COVID-19 പശ്ചാത്തലത്തിൽ വേർപാട് എന്നുള്ളത് വളരെയധികം മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒരു നോക്ക് കാണുവാൻ കഴിയാതെ, യാത്രയപ്പം നൽകുവാൻ കഴിയാതെ വളരെയധികം ദുഃഖത്തിലും ക്ലേശത്തിലുമായി പോകുന്നതായ ഒരു ജീവിത അനുഭവമാണ്. അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം ശക്തനായി
നമ്മോട് കൂടെ ഇരിക്കുന്നു. തക്ക സമയത്ത് ദൈവത്തിന്റെ ഇടപെടൽ അനുഭവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ട പ്രീതിയുടെ ധന്യമായ ജീവിതം 81 വർഷക്കാലം ദൈവം നൽകിയതായ ആയുസ് ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനും ലഭ്യമായിട്ടുള്ളതായ താലന്തുകൾ ദൈവരാജ്യത്തിന്റെ വർധനവിനായിട്ട് ഉപയോഗിക്കാനും ദൈവം സഹായിച്ചു എന്നുള്ളത് ഏറെ സ്മരണീയമായ സംഗതിയാണ്. ഇപ്പോൾ നവജീവൻ സെന്ററിലായിരുന്നല്ലോ കഴിഞ്ഞ നാളുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ശാന്തമായി ഏൽപ്പിക്കപ്പെടുന്നതായ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ നിർവഹിച്ചുകൊണ്ടിരുന്നതായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പുഞ്ചിരിയോടെ ഇടപെടുവാനും അധികം സംസാരിച്ചില്ലായെങ്കിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠതയോടെ ഉത്തരവാദിത്തത്തോടെ ചെയ്ത് പൂർത്തീകരിപ്പാൻ, അതിനുവേണ്ടി പ്രയത്നിപ്പാൻ, ആ കാര്യങ്ങൾ പൂർത്തീകരിപ്പാനൊക്കെ എന്റെ പ്രവർത്തനത്തിലൂടെ ശുശ്രൂഷയിലൂടെ ദൈവം സഹായിച്ചു. ജീവിത ക്ലേശങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപയും കടാക്ഷവും കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട അങ്കിളിനും ആന്റിക്കും വേണ്ടുന്നതായ എല്ലാ ശുശ്രൂഷകളും നിർവഹിപ്പാൻ, സ്നേഹത്തിന്റെ തണലിൽ ഒരുമിച്ച് പാർക്കുവാൻ ദൈവം പ്രിയ മക്കളെ എടുത്ത് ഉപയോഗിച്ചു. ആകസ്മികമായിട്ടാണ് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അവസാനമായിട്ട് എനിക്ക് പ്രീതിയെ കാണുവാനായിട്ടിടയായത്. ഫോർട്ടീസ് ഹോസ്പിറ്റലിൽ നിന്നും ആനയിലേക്ക് കൊണ്ടുപോകുന്നതായ ആ സമയം വളരെ പ്രയാസകരമായ ഈ ദിവസങ്ങളിൽ ഇടവക ഒന്നായി പ്രാർത്ഥിക്കുകയും പ്രിയ മക്കളെ എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിന്റെയൊക്കെ ഫലമായി സൗഖ്യം ലഭിക്കാൻ, സൗഖ്യത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കാട്ടുവാനൊക്കെ ഇടയായി. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അതിനപ്പുറമായിരുന്നു. ഇന്നലെ പ്രഭാതത്തിൽ ദൈവം നൽകിയത് ആയുസ് പൂർത്തീകരിച്ച ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. സംസ്കാര ശുശ്രൂഷ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഭംഗിയായ രീതിയിൽ ക്രമീകരിക്കാനായിട്ട് ഇടയായി. അതിനെ സഹായിച്ചതായ അനേകരുണ്ട്. അവരുടെയൊക്കെ നിസ്വാർത്ഥമായ സേവനങ്ങൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ളതായ ക്രമീകരണങ്ങളൊക്കെ നൽകി സഹായിച്ചത് ഡോക്ടർ റോയ് ജോൺ മാത്യു ആണ്. പ്രിയപ്പെട്ട GH-ന്റെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, ഇടവക ചുമതലക്കാരുടെ നിർലോഭമായ സഹകരണങ്ങൾ, പ്രിയപ്പെട്ട ഷാദിനത്തിന്റെ ഒരുമിച്ചുള്ളതായ പ്രവർത്തനം, അതുകൊണ്ട് ക്രമീകൃതമായ രീതിയിൽ അത് ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് ദൈവം സഹായിച്ചു. നിത്യതയിൽ കാണാവുന്ന പ്രത്യാശയോടെ നമുക്ക് പരസ്പരം ആശ്വാസം കണ്ടെത്താം. ഇതിന്റെ വിവരം അറിഞ്ഞതിന് ശേഷം ഞങ്ങളോട് ഞാൻ സംസാരിച്ച സമയത്ത് അങ്കിളിനോട് പറഞ്ഞ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതായ ശുശ്രൂഷകളെല്ലാം നൽകി മാത്രമേ അവളെ അയക്കാം, നിത്യതയിൽ കാണാം. ആ ഒരു ഉറപ്പ് മാത്രം നൽകിയാൽ മതി. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സമാധാനം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാരോനെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾക്കപ്പുറമായി നമ്മുടെ സഹകരണം, പ്രാർത്ഥന ദൈവം അവരോട് കൂടി ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഷാരോനും മിനിയും കുഞ്ഞുങ്ങളും എല്ലാവരും സംബന്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രമോദ് ഡിസ്ചാർജായി നമ്മോടുകൂടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു. ദൈവം എല്ലാവരെയും അവരോട് നല്ല കാത്തു സൂക്ഷിക്കുകയും സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും പ്രാർത്ഥനാ നിരതരായി ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് നമ്മുടെ ശുശ്രൂഷകൾ തുടരുവാൻ തക്കോളം ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മിസ്റ്റർ പ്രമോദ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. Beloved Tirimini, Achans, elders, friends, I don't know what to say. My sister was a very quiet person.
mostly involved in her work. She had her own set of problems, her own set of worries. She kept it to herself. Her motive of living was mainly her daughter, taking care of all her needs and helping her grow. She has done a fine job in nurturing Sharon up, taking care of her. She did a wonderful job taking care of our parents in whichever capacity that she could do within all her limitations. I take this opportunity to thank everyone for all the love and care that you bestowed on us. Especially thank Achans for the wonderful service that you all did yesterday evening. On behalf of my parents, Sharon, and my family, I thank everyone. It's God's grace that I'm back home today and attending it. God willing, parents might get discharged tomorrow and we will be able to be back together, but without a sister. Requesting all of you all to continue to keep us in prayer and give us this strength. Thank you. കൺക്ലൂഡിംഗ് വാക്കുകളോടെ പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ നമ്മുടെ ഈ സെഷൻ സമാപിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവരോടുള്ളതായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അഭിനന്ദ തിരുമേനി സമയം കണ്ടെത്തി നമ്മുടെ കൂടെ പങ്കെടുക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവരങ്ങൾ അറിയുകയും പ്രാർത്ഥിക്കുകയും വിളിച്ച് അന്വേഷിക്കുകയും ഈവൻ ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് പോലും കാര്യങ്ങൾ വിളിച്ച് ചോദിച്ച് എവിടെ വരെയായി എന്തെല്ലാം ചെയ്തു എന്നുള്ളത് അന്വേഷിക്കുകയും ഈ ഭവനത്തിന് ആവശ്യമാകുന്ന എല്ലാ പിന്തുണയും പ്രാർത്ഥനയിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും നൽകി സഹായിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതിനുള്ളതായ കാര്യം പറഞ്ഞപ്പോൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തു. തിരുമേനിയുടെ പ്രത്യേകമായ കടപ്പാട് കല്യാണ ഇടവേളകളിൽ കുടുംബത്തിന്റെ പേരിൽ അറിയിക്കുന്നു. യോസഫച്ചൻ, അച്ഛൻ, മനോജൻ, ജിനോച്ചൻ, ഷാജനച്ചൻ ഒക്കെ ഇതിൽ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരോട് എല്ലാവരോടും നന്ദി പറയുന്നു. പ്രിയപ്പെട്ട രജിസ്ട്രേഷൻ ട്രഷറർ ശ്രദ്ധിക്കുക അച്ഛന്മാരോടുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. ബന്ധുമിത്രാദികൾ ചർച്ചക്കാർ ദൂരങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട്. അവരോടുള്ളതായ കടപ്പാട് അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അവിടെ നിങ്ങൾ കാത്തു പ്രാർത്ഥിക്കുകയും ചെയ്യും. തിരുമേനിയുടെ വാക്കുകൾ. സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രമോദ കുടുംബം, ജോർജ് ടി, ഷാരോൺ, മറ്റ് കുടുംബാംഗങ്ങളെ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹമേ, നമ്മെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും നമ്മളുടെ ഇടയിൽ പാർക്കുകയും ചെയ്തതായിട്ടുള്ള പ്രീതി റജി, എന്റെ സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിന്റെ വിളി കേട്ട് ദൈവസ്ഥലത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഈ അവസരത്തിൽ മർത്തമ്മ സുറിയാനി സഭയുടെയും ഞാൻ പ്രതിനിധീകരിക്കുന്നതായ 2 ഭദ്രാസനങ്ങളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം. ഏറെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഈ അവസരം ഞാൻ അറിയിക്കുന്നു. പ്രീതി കുറെ വർഷങ്ങൾ
നവജീവനിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഇടവാങ്ങം എന്നുള്ള നിലയേക്കാളൊക്കെ അപ്പുറമായും മുമ്പേ ഭദ്രാസനം എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറമായും മലങ്കര മാർത്തമ്മ സുറിയാനി സഭയുടെ ഒരു സ്ഥാപനത്തിൽ ഏറെ നാൾ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവം നൽകിയ കഴിവുകൾ, താലന്തുകൾ ദൈവനാമത്തിനായിട്ടും അനേകരുടെ നന്മയ്ക്കായിട്ടും വിനിയോഗിക്കുവാൻ തക്കവണ്ണം വളരെ സമർപ്പിതമായുള്ള ശുശ്രൂഷ ഈ കാലഘട്ടത്തിൽ അനുഷ്ഠിച്ചിരുന്നു എന്നത് സംശയം കൂടാതെ പറയുവാൻ കഴിയുന്ന ഒന്നാകുന്നു. ഈ ദുഃഖത്തിന്റെ സാഹചര്യത്തിൽ ഏറെ ആവശ്യമായുള്ള ധൈര്യവും വിശ്വാസവും പ്രത്യാശയും സർവശക്തനായിട്ടുള്ള ദൈവം എല്ലാവർക്കും നൽകട്ടെ എന്നത് ഈ അവസരം ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ മനസ്സും ഹൃദയവുമൊക്കെ ഇടറിപ്പോകാതെ കർത്താവിൽ വിശ്വാസമുള്ളവരായി തീരുക എന്നതാണ് ദൈവജനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് സൂചിപ്പിച്ചിട്ടുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് ധാന്യഭവനത്തിൽ ചെന്നതായിട്ടുള്ള കർത്താവ് കരഞ്ഞ് ലഭിച്ചുകൊണ്ടിരുന്ന സഹോദരിമാരോട് പറയുന്നുണ്ട്, അവരോടുകൂടെ കണ്ണുനീർ വാർക്കുന്നുണ്ട്. ആഴമേറിയ വിശ്വാസവും ഉറപ്പുള്ള പ്രത്യാശയും ലഭ്യമായി തീരുവാൻ ഈ കാലഘട്ടത്തിൽ ഷാരോനും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇടയാകട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കോവിഡിന്റെ അനന്തരഫലമായിട്ടാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത് എന്നതൊക്കെ നാം മനസ്സിലാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും എങ്ങനെയാണ് ദൈവം ഇതിനെ കാണുന്നത് എന്ന് കാണാനുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ആവശ്യം. എന്നെ പ്രിയപ്പെട്ട ജിനുവച്ചൻ പറഞ്ഞ ധ്യാനത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം നമുക്കിടയായി തീർന്നു എന്ന് ഞാൻ വിചാരിക്കുകയത്രേ. ഏറെ നാൾ ഇടവയിൽ പ്രവർത്തിച്ചതായിട്ടുള്ള മുത്തായി ജോസഫ് അച്ഛന്റെ വാക്കുകൾ ഏവർക്കും ആശ്വാസവും ധൈര്യവും പകരുന്നതായിട്ടുള്ള ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ച് ജിജി തോമസ് അച്ഛൻ പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ എത്രമാത്രം ഭദ്രാസനം ഈ ഭവനത്തോടെ കടപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രമോദിന് ആശുപത്രിയിൽ നിന്ന് മടങ്ങി ഭവനത്തിൽ വരുവാനായിട്ടിടയായി, മറ്റുള്ളവർക്ക് നാളെ വരുവാനായിട്ടിടയായി തീരും എന്നെ ഇപ്പോൾ പറഞ്ഞതായുള്ള വാക്കുകൾ ഞാൻ കേൾക്കുകയും ചെയ്തു. ദൈവം നൽകുന്ന വിടുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മളുടെ കണ്ണുകൾ ഉയർത്തേണ്ടത് നമുക്ക് സഹായം വരുന്നതായിട്ടുള്ള യഹോവയിലേക്കാകും. അവൻ നൽകുന്ന സമാധാനമാണ് നമ്മെ ശാന്തമാക്കുന്നത്. നമുക്ക് ഭാരമേറിയ വിഷമമേറിയ മുന്നോട്ട് പോകുവാൻ വളരെ പ്രയാസമാണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമ്മെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുകയും ചെയ്യുന്നത്. മരണം ജീവിതത്തിന്റെ അവസാനമല്ല എന്നത് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് തന്റെ സ്വന്തം ജീവിതത്തിലൂടെ. കർത്താവെ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശവസംസ്കാര ശുശ്രൂഷ നാം അവസാനിപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവെ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു എന്നത് മാത്രമല്ല, കാൽവറി ക്രൂശിൽ അവൻ പരമയാഗമായിട്ട് അവന്റെ ജീവനെ അർപ്പിക്കുകയും മരിക്കുകയും ചെയ്തു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3 നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ആ കർത്താവിന്റെ സമാധാനമാണ് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമായി അനുഭവിപ്പാൻ നമുക്ക് ഇടയായിട്ട് തീരുന്നത്. കർത്താവ് തന്നെ പറയുകയുണ്ടായി, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന സമാധാനമല്ല, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് എടുത്ത് പറയുകയുണ്ടായി. അവന്റെ കർത്താവിന്റെ
കാൽവരി ക്രൂശിലെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഇന്നും ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യവും രണ്ടാമത് ഒന്ന് നമ്മെ എല്ലാം തന്നെ സന്നിധിയിൽ കൂട്ടിച്ചേർക്കും എന്നുള്ളതായിട്ടുള്ള പ്രത്യാശയുമാണ് നമ്മുടെ ജീവിതത്തിന് സമാധാനം നൽകുവാൻ ഉതകുന്നത് എന്നത് ഇത്തരുണത്തിൽ ഓർക്കാം. ഷാരന്റെ തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവെ തുണയായിരിക്കട്ടെ. ആവശ്യമായിട്ടുള്ള വെളിച്ചം ഹൃദയത്തിൽ നൽകട്ടെ. മുന്നോട്ടുള്ള പാത ദീപ്തമാക്കട്ടെ. ദൈവകരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാന്റെ കോണം ഇടയായിട്ട് തീരുകയും ചെയ്യട്ടെ. പ്രമോദനും കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ പരിപൂർണമായുള്ള സൗഖ്യവും ആരോഗ്യവും എല്ലാം ദൈവം നൽകി ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാന്റെ കോണം ഇടയാക്കട്ടെ. കഴിഞ്ഞ ദിവസം നടന്ന ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ആവശ്യമായുള്ള എല്ലാ ക്രമീകരണവും ബിനോയച്ചനും ഷാജിനച്ചനും ഒക്കെ ചെയ്തത് ഇത്തരണത്തിൽ ഓർക്കുന്നു. ശുശ്രൂഷയ്ക്ക് മുൻപ് അച്ഛൻ പറഞ്ഞ പോലെ അച്ഛനെ വിളിച്ച കാര്യങ്ങളൊക്കെ തിരക്കുന്നതിനായിട്ട് എനിക്കിടയായി. ശവസംസ്കാര ശുശ്രൂഷയുടെ ഏതാനും ഫോട്ടോഗ്രാഫ്സ് എനിക്ക് കാണുന്നതിനിടയായിട്ട് തോന്നുന്നു. ഈ കാലഘട്ടത്തിൽ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എത്ര വലുതാണ് എന്നത് നമുക്കറിയാം. എന്നാൽ പ്രീതി ഭാഗ്യവതിയാണ്. ശവസംസ്കാര ശുശ്രൂഷ അച്ഛന്മാർക്ക് എടുക്കുവാൻ്റെ കോണിടയായി തീർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് സാധിക്കാത്ത സമയവും ഇടവും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് നാം മറക്കണ്ട. എന്നാൽ ദൈവം തന്റെ വിചാരണയിൽ അതിനായിട്ട് അവരെ ശക്തീകരിക്കുകയും പ്രിയപ്പെട്ട അച്ഛന്മാര് നവജീവനെ പ്രതിനിധീകരിച്ച് ജിനുവച്ചനെ ഒക്കെ ഇതിൽ വന്ന് സംബന്ധിക്കാനിടയായിട്ട് തോന്നുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്ന നമുക്ക് എല്ലാവർക്കും ദുഃഖത്തോടു കൂടിയാണ് ഈ വാർത്ത കേൾക്കുവാനായിട്ടിടയായത്. എന്നാൽ എന്നും ദുഃഖിതരായിരിക്കുന്നതിനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്, അന്യോന്യം ആശ്വസിപ്പിക്കുവാനായിട്ടാണ്. പൊതുജീവൻ ഉൾക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ടാണ്. ദൈവം തരുന്ന ആയുസ്സിന്റെ നാൾ മുഴുവൻ വിശ്വാസത്തിനും പ്രത്യാശനും കൂടി ജീവിക്കുവാനായിട്ടാണ്. നമ്മളുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ആകുന്നുവല്ലോ മരണം എന്ന് പറയുന്നത്. കർത്താവ് നമ്മെ പേർചൊല്ലി വിളിക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ സകലതും നിവൃത്തിയായി എന്ന് പറയുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം. നമ്മെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളും നിറവേറ്റുന്നതിൽ നമുക്ക് സാധ്യമായി തീർന്നു എന്ന സംതൃപ്തി. ദൈവകരങ്ങളിലേക്കാണ് നമ്മെ സമർപ്പിക്കുന്നത് എന്നുള്ള ബോധ്യം. പിതാവെ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ പരിവേൽപ്പിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ് പിതാവിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയതുപോലെ നമ്മളുടെ ജീവിതത്തിലും അപ്രകാരം വാങ്ങിപ്പോകുവാനായിട്ട് ഇടയാവണം. നമുക്ക് മുമ്പേ വിളിച്ച് തന്റെ സന്നിധിയിലേക്ക് ചേർത്തതായിട്ടുള്ള എല്ലാവരോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ആയുസ്സിനും സാധ്യമായി തീരണം എന്ന് മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് നമ്മളുടെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അനുവദിക്കുമ്പോൾ ദൈവനാമത്തിനായിട്ട് ജീവിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മളുടെ ഓരോ ദിവസത്തെ ജീവിതവും ഇടപാടുകളും ജീവിതത്തിൻ്റെതായുള്ള ക്രമങ്ങളും ദൈവഹിത പ്രകാരമായിരിക്കുന്നതിനായി ദൈവകരങ്ങൾ സമർപ്പിക്കാം. എല്ലാ രീതിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളുടെ ഈ ചെറിയ ആയുസ്സിലൂടെ സാധ്യമായി തീരണമേ എന്നത് ആഗ്രഹിക്കുകയും ചെയ്യാം. അപ്രകാരം ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു അവസരമായി ഇന്നത്തെ യോഗവും തീരട്ടെ എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളോടൊന്നിച്ച് ഈ അനുശോചന മീറ്റിങ്ങിലും കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുവാൻ്റെ കോണം ഇടയായി തീർന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ക്രമീകരണം ചെയ്ത ബിനോയച്ചനോടൊക്കെയുള്ള നന്ദി ഈ അവസ്ഥ ഞാൻ അറിയിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. മുംബൈ ഭദ്രാസനത്തിന്റെയും പ്രാന്തീയ നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ അനുശോചനം ഞാൻ ഈ അവസ്ഥ ദുഃഖാർത്ഥരായിട്ടുള്ള എല്ലാവരെയും അറിയിക്കുകയും വിശ്വാസത്തിലും പ്രത്യാശയിലും കൂടി ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തുടർന്നുള്ള നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
ജീവന്റെ മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ തക്കവണ്ണം നിന്റെ മക്കളാണ് ഞങ്ങളെ എല്ലാവരെയും ഇന്ന ദിവസം ഇടയാക്കി തീർത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കല്യാണ ഇടവകയും മറ്റു ഇടവുകളെയും വിവിധ സ്ഥലങ്ങളിൽ ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള വിശ്വാസികളായിട്ടുള്ള എല്ലാവരെയും ഇതിനെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ദൈവം വിളിച്ച തന്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നത് ദൈവ ഉദ്ദേശപ്രകാരമാണ് എന്നത് ഉറപ്പുവരേണ്ടയാകണമേ. ഈ ലോകത്തിൽ ഓരോരോ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അതിന്റെ പ്രകാരമായിരിക്കണം എന്ന് നിർണയിക്കുന്നത് സകലത്തിന്റെ ഉടയവനായ ദൈവമാകുന്നു എന്ന വചനത്തിലൂടെ ഞങ്ങൾ ഓർമ്മിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ ഓട്ടം തികച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് ജീവകിരീടം പ്രാപിപ്പാട്ടപ്പോണം ഞങ്ങളുടെ ജീവിതം ആകുന്ന അവിടുന്ന് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഈ ആയുസ്സിനെ സ്ഥിരതയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ലോകത്തിലോടുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയുടെ യാമങ്ങൾ നീ ഇതിനെ കൂടിയിരിക്കണമേ. അവിടുത്തെ ആത്മാവെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. പ്രത്യേകിച്ച് ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ ആളാമൃതിയായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെല്ലാം ആവശ്യമുള്ള സൗഖ്യത്തെ നൽകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ജീവിതത്തിന്റെ ഉല്ലാസവും അവിടുന്നാവുന്നു ഞങ്ങൾക്ക് നൽകുന്നത്. അവരുടെ ദൈവസന്നിധിയിലുള്ള പ്രമോദത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ ജീവിപ്പാൻ തുടർന്ന് ഞങ്ങളെല്ലാവരും നീ ഇടയാക്കി തീർക്കണമെന്ന് മശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയുടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം വേറെ നമ്മുടെ എല്ലാവരോടുകൂടെ, പ്രത്യേകിച്ച് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടുകൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.